100 യുദ്ധങ്ങൾ ജയിച്ച ഒരു ശത്രു പോലുമില്ലാത്ത യോദ്ധാവ്, ചുറ്റുമുള്ളവർക്ക് എന്നും കരുണ കാണിക്കുന്ന ഒരാൾ. അയാൾക്ക് സ്വന്തമായി മക്കളോ ഒരു തുണ്ട് ഭൂമിയോ പോലുമില്ലായിരുന്നു. ആകാശത്തിന് കീഴിലുള്ള ഒന്നും തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, കുറച്ച് ഉപ്പിലിട്ട ബീഫ് അല്ലാതെ. സർ അർലൻഡ പെനട്രിയുടെ പാസ്റ്റ് ലൈഫാണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. അവസാനമായി ആഷോർഡിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു അസുഖങ്ങളോട് കൂടിയാണ് അദ്ദേഹം ആഷോർഡിലേക്ക് വരുന്നത്. തന്റെ സാറിന്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് അദ്ദേഹം മരണത്തിന് അടുത്തേക്ക് പോവുകയാണെന്നുള്ള കാര്യം നമ്മുടെ ടങ്കിന് മനസ്സിലാവുന്നുണ്ട്. പ്രസന്റ് ലൈഫിലെ ടങ്ക് തന്റെ യജമാനെ തിരിച്ചറിയുന്ന ആരെങ്കിലും ആ നാട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാ ലോഡ്സിനോടും പോയിട്ട് തന്റെ യജമാന്റെ കാര്യം പറയണം. പക്ഷെ ആർക്കും തന്നെ അദ്ദേഹത്തെ ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്കൊരു റെക്കമെൻഡേഷൻ കിട്ടില്ല എന്ന് മനസ്സിലായ ഡങ്ക് വളരെ നിരാശയോട് തിരിച്ചു വരുന്ന സമയത്ത് എഗ് പറയണ അദ്ദേഹം ശരിക്കും ഒരു യോദ്ധാവ് തന്നെ ആയിരുന്നില്ല. കാരണം ആരും തന്നെ അദ്ദേഹത്തെ ഓർക്കുന്നില്ലല്ലോ. എന്റെ യജമാനെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് ഒരു കാലം മുഴുവൻ ഏതോ ഒരു വലിയ ഫാമിലി അങ്ങോട്ടേക്ക് ടൂർണമെന്റ് കാണാനായിട്ട് വരുന്നുണ്ട്. ആരാണതെന്ന് നോക്കുന്ന സമയത്ത് അത് ടാർഗേറിയൻസ് ആണെന്ന് അവർക്ക് മനസ്സിലാവാതെ വരുന്നത് ടാർഗേറിയൻസ് ആണ് എന്നറിഞ്ഞ സമയത്ത് നമ്മുടെ എഗിന്റെ ഫേസിൽ ചെറിയ ചെറിയ ഭാവവ്യത്യാസങ്ങൾ കാണാണ്. ഞാൻ പോയിട്ട് ഇവറ്റകൾക്ക് വേണ്ട വെള്ളവും തീറ്റയെല്ലാം കൊടുത്തിട്ട് അവരെ നോക്കി നിൽക്കാമെന്ന് ടങ്ക് പറയുമ്പോൾ എന്റെ കുതിരേനെങ്ങാൻ അടിച്ചു മാറ്റി പോകാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ തന്നെ നായനെ വിട്ട് കടിപ്പിക്കുമെന്നാണ് ടങ്ക് പറയുന്നത്. എന്നിട്ട് ടങ്ക് നേരെ പോകുന്നത് വന്ന ആൾക്കാരെ VIPs കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് പിന്നിൽ അവനൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ടൂർണമെന്റ് കാണാനായിട്ട് വന്നിരിക്കുന്നത് ബേലോർ ടാർഗേറിയൻ, അദ്ദേഹത്തിന്റെ മകനായ ബലാർ ടാർഗേറിയൻ, അതായത് ഇപ്പൊ കിങ് ആയിട്ടുള്ള ഡെയ്റോൺ ടാർഗേറിയന്റെ മൂത്ത മകനാണ് ബേലോർ ടാർഗേറിയൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കിങ് ആവാൻ പോകുന്ന ആളാണ് ബേലോർ. അവരുടെ അനിയനായിട്ടുള്ള മേക്കാ ടാർഗേറിയന്റെ മകളായിട്ടുള്ള ഏരിയൻ ടാർഗേറിയൻ. ഇത്രയും ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവരെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ഏരിയൻ ടാർഗേറിയൻ നമ്മുടെ ഡങ്കിന്റെ അടുത്ത് വന്നിട്ട് പറയണേ, എന്റെ കുതിരകൾക്ക് വേണ്ട വെള്ളം തീറ്റെല്ലാം കൊടുത്തിട്ട് നീ ഇതിനെ നന്നായിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ ഞാനൊരു കുതിരയെ നോക്കുന്ന ആളല്ല, ഞാനൊരു ഹെഡ് നൈറ്റാണ് എന്ന് പറയുന്ന സമയത്ത് ഈ നാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ യോദ്ധാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ഈ ഡങ്കിനെ ചെറുതായിട്ടൊന്ന് പുച്ഛിച്ചിട്ട് അവിടുന്ന് പോവാണ്. അവിടേക്ക് 2 കിങ്സ് ഗാർഡ് വരെയാണ്. റോളൻ ഗ്രേറ്റ് കാൾ, ഡെസ്കൻഡെയിലിൽ നിന്ന് ഡോണൽ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് വരുന്നത്. ഇതിൽ ഈ ഡോണൽ എന്ന് പറഞ്ഞ ആളെ കാണുമ്പോൾ ഡങ്കിന് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാകും. കാരണം അദ്ദേഹം ഡെസ്കൻഡെയിലിൽ ഒരു സാധാരണ ക്രാബർ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് കിങ്സ് ഗാർഡിൽ എത്താൻ സാധിക്കുമെങ്കിൽ എനിക്കും അതിന് സാധിക്കുമെന്നാണ് ഡങ്ക് ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. വന്ന ടാർഗേറിയൻസിന്റെ അടുത്ത് പോയി തന്റെ ആവശ്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ടൂർണമെന്റിൽ പങ്കെടുക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഡങ്ക് അവിടെ നിൽക്കും. അതിന് അവനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടുകയാണ്. അവരുടെ റൂമിലേക്ക് പോകുന്ന ഒരു ഡോറ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുവഴി മുന്നിലേക്ക് കടക്കാണ്. ഒരു കാര്യം ഡങ്കിന് മനസ്സിലാവാണ്, മേക്കാ ടാർഗറിയന്റെ 2 മക്കൾ നിലവിൽ മിസ്സിംഗ് ആണ്. ടൂർണമെന്റിന് പങ്കെടുക്കാനായിട്ട് വന്ന ഡെയ്റോൺ ടാർഗറിയൻ, എക്കോ ടാർഗറിയൻ, ഇവരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. കാര്യങ്ങളെല്ലാമാണ് ആ റൂമിൽ നിന്ന് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത്രയും വലിയ ശരീരം വെച്ച് ഒളിഞ്ഞു നിന്നിരുന്ന ഡങ്കിനെ അവർ കൈയോട് പിടിക്കുകയാണ്. ഡങ്ക് വന്നിട്ട് തന്റെ പതിവ് പല്ലവി അവിടെ അവരുടെ മുമ്പിൽ പറയുകയാണ്. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഡങ്ക് ഇവിടെ വന്നതിന് ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ബേലോർ ടാർഗേറിയനും അർലനും തമ്മിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പോരാട്ടം നടന്നു. അതിൽ ബേലോർ തന്നെയാണ് ജയിച്ചത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് തന്റെ സാറിനെ ഓർമ്മയുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഡങ്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ബേലോർ ടാർഗേറിയന് അദ്ദേഹത്തെ ഓർമ്മയുണ്ടാവും. ഫൈനലി തന്റെ സാറിനെ ആരെങ്കിലും ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് ഡങ്ക് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം കൂടി നിനക്കറിയാം, നിന്റെ യജമാനെ നേരിട്ട മറ്റൊരു ആൾ കൂടി ഉണ്ടായിരുന്നു, അയാളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് സർ ഡേമൻ ലാനിസ്റ്റർ എന്നവനോട് മറുപടി പറയുന്നു. അപ്പം തന്നെ അവനോട് അപ്രൂവൽ കിട്ടുകയാണ്. ആ ഒരു സന്തോഷത്തിൽ തിരിഞ്ഞു പോരുന്ന ഡങ്കിനോട് ബേലോർ ഒരു കാര്യം കൂടി പറയാണ്, നീ സർ അർലന്റെ ബ്ലഡ് റിലേഷൻ അല്ല, നിന്റേതായ മുദ്ര നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് ബേലോർ പറയാണ്. തീർച്ചയായിട്ടും സർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഡങ്ക് തിരിച്ചു പോവാണ്. ഡങ്ക് നേരെ പോകുന്നത് പപ്പറ്റ് ഷോ നടത്തുന്ന ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെറുതെ പോയതല്ല ഡങ്ക് ആരുടെ അടുത്തേക്ക് പോകുമ്പോഴും അതിലൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. പപ്പറ്റ് ഷോ കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവനവൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് എൻ്റെതായ ഒരു ചിഹ്നം എനിക്ക് വേണം, എൻ്റെ ഈ ഷീൽഡിൽ നീ എനിക്കത് വരച്ചു തരണം. അപ്പം എന്താണ് വേണ്ടതെന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഡങ്കിനൊരു മറുപടി ഇല്ല. ഒരു സന്ധ്യാനേരം ആയിക്കോട്ടെ, പിന്നെയെന്ന് ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന സമയത്ത് എഗ് പറയണ്, ഒരു ഇല മരം, അതിന്റെ മുകളിലായിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്ന രീതിയിലുള്ള ഒരു പടം ആണ് വേണ്ടത് എന്നിങ്ങനെ ഡങ്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു. അങ്ങനെ അവിടുന്ന് പോയതിന് ശേഷം ഡങ്ക് പറയാണ്,
ഞാൻ എത്ര വലിയ പൊട്ടന, ഇനിയും ഒരു പെൺകുട്ടിയുടെ നേരോണം സംസാരിക്കാനുള്ള കഴിവ് പോലും എന്ന് എനിക്കിങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ലേനൻ പരാത്തിയൻ വന്നിട്ട് അവനെ ഒരു മത്സരത്തിലേക്ക് ക്ഷണിക്കണം. അതിനിർണായകമായ അതികഠിനമായ വടംവലി മത്സരമാണ് അവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ അതിഭയങ്കരമായ വടംവലി മത്സരം നമ്മുടെ എക്കൊക്കെ മരിച്ചു വലിക്കാണ്. ടങ്ക് അവന്റെ ഫുൾ എനർജി എടുത്ത് വലിക്കാണ്. പക്ഷെ ലേനൻ പരാത്തിയൻ അപ്പോഴും ആയിട്ട് ഈ പരാത്തിയൻ ഫാമിലി മൊത്തത്തിലൊരു കള്ളുടിയന്മാരാണ് തോന്നുന്നു. അങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ലേന പുറത്തു പോകുന്നു. അങ്ങനെ ഫൈനലി അവർ വിൻ ചെയ്യാണ്. അങ്ങനെ രാത്രി തനിക്ക് വേണ്ട പണച്ചട്ടം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഡങ്ക് ഒരു സ്മിത്തിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്താണ് ഇതിനെല്ലാം ഇത്ര വിലയുണ്ടെന്ന് ഡങ്കിന് മനസ്സിലാവുന്നത്. അവന്റെ കയ്യിലാണെങ്കിൽ ആകെ രണ്ട് വെള്ളി നാണയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 800 വെള്ളി നാണയം തരാണെങ്കിൽ നിനക്ക് ഞാനിത് തരാം, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഞാനിത് വിൽക്കും എന്ന് പറയുമ്പോൾ അത് അതേപടി അവിടെ വെച്ച് ഡങ്ക് തിരിച്ചു പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 600 കച്ചവടം ഉറപ്പിക്കാം എന്നയാൾ പറയാണ്. അത് വാങ്ങാനായിട്ട് അവന്റെ മുമ്പിൽ ഒരേ ഒരു വഴി ഉണ്ടായിരുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ വെളുത്തൊരു കുതിര ഉണ്ടല്ലോ, സ്വീറ്റ് ഫുട്ട് എന്നാണ് പേര്, അതിനെ അവൻ അവിടെ ഒരാൾക്ക് വിൽക്കുകയാണ്. നിന്നെ ഞാൻ ഈ പോരാട്ടത്തിൽ ജയിച്ചാൽ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വാങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഡക്ക് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ രാത്രി ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഡക്ക് പറയാണ്. അങ്ങനെ അന്നത്തെ രാത്രിയുടെ മത്സരത്തിന്റെ സൈറൻ അവിടെ മുഴങ്ങാണ്. ഇവർ രണ്ടാളും ടൂർണമെന്റ് കാണാനായിട്ട് പോവാണ്. എഗ്ഗിനെ പുറത്തെടുത്തിട്ട് ഡങ്ക് നേരെ ടൂർണമെന്റിന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കുന്നു. അങ്ങനെ ടൂർണമെന്റ് തുടങ്ങി പകുതി എത്തുന്ന സമയത്ത് തന്നെ ഡങ്കിന്റെ കിളി പറന്നു പോവാണ്. എഗ്ഗിന്റെ അവസ്ഥ മറിച്ചൊന്നും ആയിരുന്നില്ല. തന്റെ ഒരു ഭാവി എന്തായിരിക്കും, ഇതിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഡങ്കിന്റെ മനസ്സിലെങ്കിൽ എഗ്ഗിനും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സ്ക്വയറിനും അത്യാവശ്യം പണികളെല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊരു ഭയം എഗ്ഗിനും പിടികൂടുന്നുണ്ട്. അന്ന് രാത്രി ഡങ്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ട് പറയാണ്, ഈ ഒരു മത്സരത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല സർ. അതിലെന്താ പെനിട്രി, അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും പറഞ്ഞു തന്നു, എല്ലാ അടവുകളും എനിക്ക് പറഞ്ഞു തന്നു. 60 വയസ്സ് വരെ ജീവിച്ചു വരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെയുള്ള ഒരു ലോഡ്സിനും ഓർമ്മയില്ല. ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അവർക്കൊന്നും അദ്ദേഹത്തിന്റെ പേര് പോലും ഓർമ്മയില്ല. അത്ര നല്ല യോദ്ധാവായിട്ട് അദ്ദേഹത്തിന് പോലും ആർക്കും അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്താൽ എനിക്ക് എന്ത് സാധിക്കും എന്നൊരു ടെൻഷൻ ഡങ്കിനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഇതാണ് ചെയ്യാൻ സാധിക്കുക. അദ്ദേഹം ആരാണ്, ഞാൻ ആരാണ് എന്നുള്ളത് നാളെ ഞാൻ ഈ ലോകത്തിന് തന്നെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് സീസൺ അവിടെ എൻഡ് ചെയ്യുന്നത്.